ദൈവത്തിൻ്റെ പൊന്നു തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എനിക്ക് ലഭിച്ച ദൈവകൃപ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. എന്നാൽ എനിക്കു മീതെ ഒരുവൻ പണിയുന്നു, അവനവൻ എങ്ങനെ പണിയുന്നു എന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് തിരുവചനത്തിൽ വായിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്ത്യാനികളെ മുടിച്ച് തേച്ച് കഴുകുന്നതിനു വേണ്ടി അവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുമ്പോൾ, പിടിച്ചു കെട്ടി അനേകരെ കൊല്ലുവാൻ പരിശ്രമിക്കുമ്പോൾ, സ്തോത്രം, ദമസ്കോസിൽ വെച്ച് കർത്താവ് പൗലോസിന് വെളിപ്പെടുകയും തന്നാൽ ആകർഷിക്കപ്പെടുകയും തന്നാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് താൻ ദൈവത്തിനു വേണ്ടി സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ കർത്താവിനാൽ പിടിക്കപ്പെട്ടാൽ ദൈവത്തിനു വേണ്ടി നാം നിലകൊണ്ടേ മതിയാകൂ എന്നത് വാസ്തവമായ ഒരു കാര്യമാണ്. സ്തോത്രം. എന്നെയും നിങ്ങളെയും ഇങ്ങനെ തന്നെ ദൈവം ആകർഷിച്ച് ദൈവത്തിൻ്റെ വലയത്തിലാക്കി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, അവനു വേണ്ടി വളരുവാൻ, അവനു വേണ്ടി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ടിരിക്കുന്നു എന്നത് നാം മറന്നു പോകരുത്. സ്തോത്രം. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് റോമ പൗരത്വമുള്ളവനും ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണത്തെ സൂക്ഷ്മമായി പഠിച്ചവനും, സ്തോത്രം, ദൈവവചന നിമിത്തം വളരെ ശുഷ്കാന്തിയുള്ളവനുമായിരുന്നു അപ്പോസ്തലനായ പൗലോസ് എന്ന ദൈവവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ ദൈവവചനം, ന്യായപ്രമാണം വളരെ സൂക്ഷ്മമായി പഠിച്ച് താൻ തനിക്ക് വേണ്ടി മുതൽക്കൂട്ടാകുവാൻ പരിശ്രമിക്കുമ്പോൾ, ദൈവത്തെ ഉപദ്രവിച്ചപ്പോൾ ദൈവം തന്നെ ആകർഷിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവന് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം, ക്രിസ്തു പണിത കല്ലിന്മേൽ ഒരു കല്ലുകൂടെ പണിയുവാൻ തക്കവണ്ണം തന്നെ യോഗ്യനാക്കി തീർത്തു എന്നത് വിലയേറിയ ഒരു കാര്യമാകുന്നുവല്ലോ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാനൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. എന്താണ് കൃപയെന്ന് പറയുന്നത്? അർഹതയില്ലാത്തവർക്ക് ദൈവം ദാനമായി ചെയ്യുന്ന കരുണയ്ക്കാണ് കൃപ എന്ന് പറയപ്പെടുന്നത്. വേദപുസ്തകത്തിൽ കൃപ ലഭിച്ചവരെ നമുക്ക് അനേകരെ കാണുവാനായിട്ട് സാധിക്കുന്നു. നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്ന് നമുക്ക്, കരുണ ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് കൃപ ലഭിച്ചു. ദൂതൻ വന്ന് പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം എന്നാകുന്നുവല്ലോ. അപ്പൊ കൃപ ലഭിച്ച ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ട് ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ളത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നത് വാസ്തവമായ ഒരു കാര്യമാകുന്നു. സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് ജ്ഞാനമുള്ള ഒരു ശില്പിയായി താൻ അടിസ്ഥാനമിട്ടിരിക്കുന്നു. സ്തോത്രം. ജ്ഞാനമുള്ള ഒരു ശില്പിക്ക് എടുത്തു പറയത്തക്ക പ്രത്യേകതകളുണ്ട്. സ്തോത്രം. ജ്ഞാനമുള്ള ഒരു ശില്പി താൻ തൻ്റെ ശില്പം പണിയുമ്പോൾ, താൻ പണിയുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ മനസ്സിൽ താൻ എങ്ങനെ പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ അത് പണിയപ്പെടുന്നതായ യഥാർത്ഥമായ രൂപം തൻ്റെ ഉള്ളിൽ, മനസ്സിൽ അത് വെളിപ്പെട്ടു വരും. തൻ്റെ ഉള്ളിൽ അകത്ത് വെളിപ്പെട്ട അതേ രൂപം തന്നെ ഒരു ശില്പി തൻ്റെ പുറത്ത് പണിയപ്പെടുന്നു എന്നത് വാസ്തവമായ ഒരു കാര്യമാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ആകർഷിച്ച് പിടിച്ചപ്പോൾ താൻ ജാതികളുടെ സുവിശേഷകനായി തീർന്നു, ജാതികളുടെ അപ്പോസ്തലനായി തീർന്നു.
അനേക ജാതികളെ ദൈവഭാഗത്ത് കൊണ്ടുവരുവാനും അനേക ജാതികളെ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം തന്നെ ഉപയോഗിച്ചു. സ്തോത്രം. എഫെസ്യ ലേഖനം നമുക്കറിയാം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നമ്മെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും താൻ പണിയപ്പെടേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ വിളി വലിയ തരത്തിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അവന് പ്രയോജനമാകുന്ന രീതിയിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. സ്തോത്രം. അവന് വേണ്ടി നാം പ്രയോജനപ്പെടുവാൻ, അവന് വേണ്ടി ശുഷ്കാന്തിയോടെ നിൽപ്പാൻ, ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കൂടെ വെളിപ്പെട്ടു വരുവാൻ, ദൈവത്തിൻ്റെ യഥാർത്ഥമായ സ്നേഹം നമ്മളിൽ കൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നു. ഒരു കാലത്ത് നാം പുറംപറമ്പിൽ എറിയപ്പെട്ടവരായിരുന്നു. സ്തോത്രം. സ്തോത്രം. കരുണാസമനായ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹം നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. സ്തോത്രം. കൃപയാൽ അത്രേ നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ച് നമുക്ക് കൃപ തന്ന് ഈ ലോകത്തിലേക്ക് ദൈവം നമ്മെ അയച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് മാത്രമാകുന്നു എന്നത് യഥാർത്ഥമായ ഒരു കാര്യമാണ്. സ്തോത്രം. പുറംപറമ്പിൽ കിടന്ന് നശിച്ചു പോകായിരുന്നു. ഒരു കാലത്ത് ദൈവമില്ലാതെ, ദേവനില്ലാതെ നാം ഉലയുന്ന ഒരു വ്യക്തികളായി തീർന്നപ്പോൾ ദൈവം നമ്മെ കണ്ടു, സ്നേഹിച്ചു, അവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ പണിയോടുകൂടി, പൗലോസ് അപ്പോസ്തലൻ പണിത ആ പണിയോടുകൂടി നാമും അതിൽ ചേർത്ത് പണിയപ്പെടുവാനാകുന്നു എന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ പണി എങ്ങനെയിരിക്കുന്നു? സ്തോത്രം. ആ കല്ലിനോട് ഒരു കല്ലുകൂടി ചേർത്ത് പണിയുവാൻ തക്കവണ്ണം നാം അതിന് ആഗ്രഹിക്കുന്നുവോ, നാം അതിന് പ്രയത്നിക്കുന്നുവോ? ആ കല്ലിനോട് ഒരു കല്ലുകൂടി ചേർത്ത് നമുക്ക് പണിയുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുന്നുവോ? സ്തോത്രം. എങ്കിൽ ദൈവം നമ്മെ തീർച്ചയായും മാനിക്കും. അവൻ തൻ്റെ യോഗ്യമായ പാത്രത്തിന് ഉടമയാക്കി നമ്മെ തീർക്കും എന്നത് വാസ്തവമായ ഒരു കാര്യമാകുന്നുവല്ലോ. സ്തോത്രം. നമ്മുടെ ആദിമ പിതാക്കന്മാർ പണിയപ്പെട്ട ആ കല്ലിന്മേൽ, അതേ കല്ലിന്മേൽ നമുക്കും ചേർത്ത് പണിത് യുക്തമായി ഒരു വിശുദ്ധമായ ആലയമായി വളരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. യുക്തമായ വിശുദ്ധിയുള്ള ഒരു ആലയമായി വളരുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. സ്തോത്രം. വിലയേറിയതും സ്തോത്രം ശോധന ചെയ്യപ്പെട്ടതുമായ ഒരടിസ്ഥാന കല്ല് യഹോവയായ കർത്താവ് സിയോനിലിട്ടിരിക്കുന്നു. ആ കല്ലിന്മേൽ നമുക്കും ചേർത്ത് പണിയാം. ശോധന ചെയ്യപ്പെട്ട നമ്മളെ ഓരോരുത്തരും ദൈവം ശോധന ചെയ്യപ്പെട്ട മൂർച്ചയുള്ള കല്ലാക്കി, അതിന് പ്രയോജനമുള്ള കല്ലാക്കി, അടുക്കം ചിട്ടയോടുകൂടി വരണ്ടത്തക്ക വിധത്തിൽ ദൈവം നമ്മെ ശോധനയിൽ കൂടെ കൊണ്ടുപോയി ശോധനയെ കഴിച്ച് അതിന് പാകമാകത്തക്ക രീതിയിൽ ദൈവം നമ്മെ വളർത്തിക്കൊണ്ടുവന്ന് ആ കല്ലിനോട് കൂടി നമ്മും ചേർത്ത് പണിയപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നു. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരും അതിനെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് പ്രയോജനമുള്ള ഒരു കല്ലായി തീർന്ന് ആലയമൊത്തം അവിടുന്ന് ശക്തിയായി വളരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നാം അതിനുവേണ്ടി പരിശ്രമിക്കാം, നാം അതിനുവേണ്ടി പ്രയത്നിക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ജ്ഞാനമുള്ള ഒരു ശില്പിയായി നമുക്കും അതിന്മേൽ ചേർത്ത് പണിയപ്പെടുവാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാനിടയാക്കട്ടെ. ആമേൻ.